സമവായ ചർച്ചകളിലെ തീരുമാനങ്ങളെ ചൊല്ലിയും സമസ്തയിൽ തർക്കം. 100ാം വാർഷിക സമ്മേളനം ഏകോപിപ്പിക്കാൻ വേണ്ടി രൂപീകരിച്ച കോർഡിനേഷൻ കമ്മിറ്റിയെ ചൊല്ലിയാണ് പുതിയ വിവാദം. സമ്മേളനത്തിന് വേണ്ടി നേരത്തെ രൂപീകരിച്ച സബ് കമ്മിറ്റികൾ പുതിയ കോർഡിനേഷൻ കമ്മിറ്റിക്ക് കീഴിലല്ലെന്ന ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ഓഡിയോ സന്ദേശം തള്ളി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുതുകോയ തങ്ങളും രംഗത്തെത്തി. സമസ്തയിലെ പ്രശ്നങ്ങൾക്ക് കാരണം തന്നെ ഹമീദ് ഫൈസിയാണെന്നായിരുന്നു MC മൈൻ ഹാജിയുടെ ആരോപണം. ഞങ്ങളാരുമില്ലായിരുന്നു, അത് നമ്മളാൾക്കാരുമില്ലായിരുന്നു. അത് രണ്ട് കൂട്ടരും സമാന വിഷയത്തിലായിരുന്നു. ഈ തീവ്രമായി രണ്ട് പക്ഷത്തേക്ക് ആരെയും ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നാണ് അതും കാണിച്ചു കൊടുത്തു. അത് വിശദമായ ഒരു പരിശോധിച്ച ഫയലുണ്ടായിരുന്നു. അപ്പോൾ ഒരു പരാതി പറയാനില്ലാത്തതുകൊണ്ട് അവർക്ക് സമ്മേളനത്തിൽ ഇതുവരെ വരാത്തതുകൊണ്ട് ഭാഗഭാഗിത്വം വഹിക്കാൻ വേണ്ടി എന്നാൽ കോർഡിനേറ്റ് ചെയ്യുന്ന മോണിറ്റർ മാഷ് മാത്രം അതിന് സഹായിയായിട്ട് 1-2 ആൾ വെക്കുക എന്ന് പറഞ്ഞു. അതിന് കുഴപ്പമില്ല എന്നെല്ലാവരും പറഞ്ഞു. അത് വികസിച്ചാണ് അത് 7 ആളായി. അപ്പോൾ അവർ 2-3 ആൾ വെക്കുമ്പോൾ നമ്മൾ 2-3 ആൾ വെക്കണം എന്ന് തോന്നുന്നു. അങ്ങനെ 3-3 6-1 7 ആയി. അപ്പോൾ അതിലൊരു മൈനാജി എന്നൊരു ചെയർമാൻ ഉണ്ടായിട്ട് മോണിറ്റർ കോർഡിനേറ്റർ ആണല്ലോ എന്ന് പറഞ്ഞു മോണിറ്റർ മാഷ്. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ എന്നാണ്. ഇങ്ങനെ ഒരു സമിതി ഉണ്ടാക്കി എന്നല്ലാതെ ഈ സമിതി എല്ലാറ്റിൻ്റെയും മീതെയാണോ താഴെയാണോ ഇടയിലാണോ എന്നൊന്നും അവിടെ തീരുമാനിച്ചിട്ടില്ല. ഈ കള്ള വാർത്തകൾ ചാനലുകൾക്ക് കൊടുക്കുന്ന ആളുകളുണ്ടാവും, അവർ ഉദ്ദേശശുദ്ധിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ മഞ്ചേരിയിൽ ബഹുമാന്യരായ നേതാക്കൾ യോഗം ചേർന്ന് പരിഹാരമുണ്ടാക്കിയതാണ്. ഏതാണ്ട് പരിഹാരം ഉണ്ടാക്കിയത് എല്ലാ കാര്യത്തിലും. സംസ്ഥയുടെ മഹാസമ്മേളനം വിജയിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ധാരണയായി. അതിൻ്റെ സ്വസംഘം ഉണ്ടാക്കിയതിലുള്ള പോരായ്മകളെ സംബന്ധിച്ചും പരിഹാരത്തിനുള്ള ധാരണയായി. എല്ലാ നിലയിലും ഒരു നല്ല അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകാൻ കേരളത്തിലെ സംസ്ഥയുടെ അനുയായികളിൽ വലിയ സന്തോഷം ഉളവാക്കിയ ഒരു വാർത്തയായിരുന്നു അത്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായി ഇന്ന് ഒരാൾ ഒരു പ്രസ്താവന ഇറക്കി. അതെല്ലാം ഈ ഇത്തരം സംഗതികൾ സമവായത്തിലെത്തി എന്ന കാര്യങ്ങളൊക്കെ നിഷേധിച്ചിരിക്കാം. സംസ്ഥയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തന്നെ ഈ വ്യക്തിയാണ് കാരണമായിട്ടുള്ളത്. സംസ്ഥയിൽ പ്രശ്നങ്ങൾ എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ വിഷയങ്ങളൊക്കെ അവസാനിച്ചു എന്ന് നേതാക്കൾ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു വോയിസ് വന്നത്. അത് അങ്ങേയറ്റം ഖേദകരമാണ്. CV അനുമോദ് ചേർന്നു. അനുമോദ്, സംഘടനാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇരുതർക്കവും ഒരുമിച്ചിരുന്ന് യോഗം നടത്തി. അതിന് ഉപസമിതി തീരുമാനിച്ചിട്ടും വിഷയങ്ങൾ തീരുന്നില്ല. വീണ്ടും തർക്കത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കടക്കുന്നു എന്ന് ആണോ മനസ്സിലാക്കേണ്ടത്? അപർണ, അനുരഞ്ജനത്തിന് വേണ്ടി രൂപീകരിച്ച സമിതിയാണ് 7-അംഗ കോർഡിനേഷൻ സമിതിയെ ഈ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സമസ്തയുടെ 100ാം വാർഷികാഘോഷങ്ങൾ വിജയിപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുവാനും വേണ്ടി രൂപീകരിച്ചത്. ആ 7-അംഗ സമിതിയെ തള്ളിക്കൊണ്ടാണ് ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശബ്ദ സന്ദേശത്തിൽ ഈ ഒരു 7-അംഗ സമിതിക്ക് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല, സബ് കമ്മിറ്റിക്കാണ് ഇത് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം തുടങ്ങിയ തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശമുള്ളത്. ഇത് നേരത്തെ തന്നെ ജിഫ്രി തങ്ങളും സാദിഖ് ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി അടക്കുന്നവർ രൂപീകരിച്ചതാണ് ഈ പ്രശ്നപരിഹാരത്തിനുള്ള ഈ ഒരു 7-അംഗ കമ്മിറ്റി. ആ കമ്മിറ്റിയെ തള്ളിക്കൊണ്ട് ഹമീദ് ഫൈസി അമ്പലക്കടവ് രംഗത്ത് വന്നതോടെ അതിനെതിരെ സമസ്തയിലെ ഈ ഒരു 7-അംഗ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ളവർ തന്നെ രംഗത്ത് വരികയും ഹമീദ് ഫൈസിയുടെ വാക്കുകളെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ലെന്ന് ജിഫ്രി തങ്ങളും കോഴിക്കോട് നിന്നും വാർത്താ കുറിപ്പിലൂടെ അറിയിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടി രൂപീകരിച്ച നടപടികൾ അത് തുടക്കത്തിൽ തന്നെ പാളുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. ഹമീദ് ഫൈസി അമ്പലക്കടവിനെ സ്വാഭാവികമായിട്ടും പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം സമസ്തയുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ശബ്ദമായിട്ട് തന്നെയാണ് ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ ഈ സന്ദേശത്തെ കാണുന്നത്. എന്നാൽ ഇതിനെ ജിഫ്രി തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ വാർത്താക്കുറിപ്പിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ ഒരു കോർഡിനേഷൻ കമ്മിറ്റിക്ക് പ്രവർത്തിക്കാനുള്ള അധികാരമുണ്ട്, അവരെ അത്തരത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. മറ്റ് വിഷയങ്ങളിലും കൂട്ടായ ആലോചനകളും ചർച്ചകളും നടത്തുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാർത്താക്കുറിപ്പിലുള്ളത്. എന്താണെങ്കിലും ഈ ഒരു സമസ്തയിലെ പ്രശ്നപരിഹാരം അത്ര എളുപ്പത്തിൽ സാധ്യമാകില്ല എന്ന സൂചനകൾ തന്നെയാണ് പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും പുറത്തു വരുന്നത്. അപർണ. റൈറ്റ്, CV അനുമോദ് വിവരങ്ങൾ നൽകിയത്.
5 വർഷത്തിനു ശേഷം നടന്ന CSI ദക്ഷിണ കേരള മഹാ ഇടവക ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ ടി പ്രവീണിന്റെ പാനലിന് ജയം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് സുരക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ശക്തി എന്താണെന്ന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളം അറിയുമെന്ന് ടി പ്രവീൺ പ്രതികരിച്ചു. ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും കോടതി പരിഗണനയിലിരുന്ന കേസുകളും കാരണം 2021 2024 CSI ദക്ഷിണ കേരള മഹാ ഇടവകയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് നിയമ പോരാട്ടത്തിലൂടെ ഡോക്ടർ ടി പ്രവീൺ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായി. അതിനിടെ വോട്ടർ പട്ടികയിലെ സൂക്ഷ്മ പരിശോധനയടക്കം കോടതി നിരീക്ഷണത്തിൽ പൂർത്തിയാക്കിയ ശേഷം വൻ പോലീസ് സുരക്ഷയിലാണ് പാളയം LMS കോമ്പൗണ്ടിൽ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായിരുന്ന ഡോക്ടർ ടി പ്രവീൺ സെക്രട്ടറിയായും റവറന്റ് ഡോക്ടർ പ്രിസ്റ്റൺ ബെൻ വൈസ് ചെയർമാനായും റവറന്റ് ഡോക്ടർ ക്രിസ്റ്റൽ ജയരാജ് ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. സുതാര്യമായ നടപടികളിലൂടെയാണ് പുതിയ ഭരണസമിതി ചുമതലയേൽക്കുന്നതെന്ന് ദക്ഷിണ കേരള മഹാ ഇടവകയുടെ മോഡറേറ്റർ ചുമതലയിലുള്ള ബിഷപ്പ് തിമോത്തി രവീന്ദ്രൻ പ്രതികരിച്ചു. The vice chairman, Reverend Dr. Princeton Ben, the secretary, Dr. T. Praveen, and the treasurer, Reverend Dr. Crystal Jairaj, as they take up this new assignment and the high calling of taking care of the diocese, the institutions, and to continue charity as they are doing until now. തെക്കൻ കേരളത്തിലെ 10 നിയമസഭാ മണ്ഡലങ്ങളിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കാൻ CSI സഭയ്ക്ക് കഴിയുമെന്നും കാരക്കോണം മെഡിക്കൽ കോളേജിൽ സഭാമക്കൾക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നതിനായിരിക്കും ആദ്യ പോരാട്ടമെന്നും ഡോക്ടർ ടി പ്രവീൺ. നമ്മുടെ കഠിന പ്രയത്നം കൊണ്ട്, നമ്മുടെ കാണിക്ക പൈസ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു മെഡിക്കൽ കോളേജ്, അവിടെ സാധാരണക്കാരന്റെ മക്കൾ പഠിക്കണം. ആദ്യം എടുത്ത എഗ്രിമെന്റ് നടപ്പിലാകണം. 2018 വിവേകമില്ലാത്ത ഒരു കമ്മിറ്റി ഇരുന്ന് അതിനെതിരെ കേസ് ചലഞ്ച് ചെയ്തില്ല. അതാണ് പറ്റിപ്പോയത്. ഇന്ന് വേറെ പലരുടെയും അവകാശമായിപ്പോയത്. പക്ഷെ ഇതിന് നമ്മുടെ അവകാശം തിരിച്ചു തരണം. അത് മാത്രമേ നമ്മുടെ പ്രയറുള്ളൂ. അതിന് മീഡിയ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. പാളയം LMS കോമ്പൗണ്ടിൽ നടന്ന ചടങ്ങിൽ പുതിയ ഭരണസമിതി ചുമതല ഏറ്റെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം.